ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നേക്കുവാണ് കേട്ടോ. ഇതാണ് ഞാൻ താമസിക്കുന്ന പ്ലേസ്. ഇതെൻ്റെ എൻ്റെ റൂമാണ്. അപ്പം ഞാൻ റൂം ടൂർ ചെയ്യാം. കുറച്ച് ഇതും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം, എനിക്കുണ്ടായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെ. രാവിലെ എഴുന്നേറ്റേ ഉള്ളു ഗൈസ്. ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ക്യാമറ സെറ്റ് ചെയ്യാൻ നോക്കിയതാ ഗൈസ്. അപ്പോഴത്തേക്കും ഇത് ഓഫായിപ്പോയി. അപ്പം ഞാൻ ഉറക്കം എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ചുണ്ടിലൊരു ഇച്ചിരി ലിബാമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ. അതായത് കഴിഞ്ഞ മാസം ഔപേർ വിസയിൽ ഇവിടെ വരാൻ ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് മെൻ്റലി, ശരിക്കും അങ്ങനെ തന്നെ പറയാം, എനിക്ക് ഒരുപാട് വിഷമമുണ്ടായ ഒരു സമയമാണ്. അതായത് കുറച്ചധികം എനിക്കത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായ ഒരു സമയം. അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാനാണ്. കാരണം കുറേ പിള്ളേർ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചേച്ചി ഔപേർ വിസ ചെയ്യുമോ, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ. കാരണം പറഞ്ഞാൽ ഞാൻ ആ പരിപാടി നിർത്തി ഗൈസ്. ആ പരിപാടി നിർത്തി ഒരു ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഏജൻസീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഉൾപ്പെടെ ഞാൻ അത് നിർത്തി. കാരണം അത്രയ്ക്ക് എന്നെ കഴിഞ്ഞ മാസം കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം എന്നെ ഇട്ട് അത്രയും ഇതാക്കി. കാരണം ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. സംഭവം ഞാൻ പറയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുള്ളൊരു ഏജൻറ്റിനെ പരിചയപ്പെടുത്തി കൊടുത്ത്. അത് ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഔപേർ വിസ പൈസ കൊടുത്തു വരുന്നതാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഔപേർ വിസ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ വരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഈ കുട്ടി കാരണം എനിക്ക് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ അതെന്നെ ഒത്തിരി വിഷമിപ്പിക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം ഈ കുട്ടി എന്നെ അപ്രോച്ച് ചെയ്തതിന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടി എന്നെ വിളിച്ച് വേറൊരു കുട്ടി വഴിയിട്ട് വന്നേ. അപ്പം ആദ്യം വേറൊരു കുട്ടി എന്ന് പറഞ്ഞില്ല, ആ കുട്ടിക്ക് എൻ്റെ കെയർ ഓഫിൽ തന്നെ ഞാൻ ചെയ്തു കൊടുപ്പിച്ചത് ഏജൻറ്റിനെ വെച്ചിട്ട്. അപ്പോൾ ഏജൻറ്റിനെ പരിചയപ്പെടുത്തി. ആ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വയസ്സിൻ്റെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് 27 വയസ്സ് ജാനുവരിയിലാവും. അപ്പോൾ ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന്, അതായത് 27 വയസ്സാവുന്നതിന് മുൻപേ വിസ കിട്ടണം. അപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചൊരു കേസ്. അപ്പം ഏജൻറ്റിനെ ഞാൻ ഏർപ്പെടുത്തി കൊടുത്ത് അവരാണ് പേപ്പർ വർക്കും എല്ലാം എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി ഇതേപോലെ അതിനുശേഷം ഈ കൊച്ചി വേറെ ഒന്നും അറിയുന്നില്ലേ, കൊച്ചു ചുമ്മാ ഇങ്ങനെ നമ്മളോട് ചോദിച്ചു നടക്കുമോ എന്നോടും ചോദിക്കും, ആ ഏജൻറ്റിനോടും ചോദിക്കും. ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ എല്ലാ മെസ്സേജുകളും എടുത്ത് നോക്കിയത്. അപ്പോഴും ഈ കൊച്ചി എപ്പോഴും നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, നടക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും ടെൻഷനായി കൊച്ചിൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ, അപ്പം എനിക്ക് ആ ഒരു ചെറിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കും ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാം റെഡിയായി, കൊച്ചിന് വിസ കിട്ടി, ഇവിടെ വന്നിപ്പം 1 വർഷം ആവാൻ പോകുന്നു. ജനുവരി ആകുമ്പോൾ 1 ഇയർ ആവും. കഴിഞ്ഞ മാസമായപ്പോൾ ഈ കൊച്ച് നമ്മുടെ നാട്ടിലെ ഏജൻസി അല്ലെങ്കിൽ ഏജൻറ്റ് പൈസ വാങ്ങാതെ ആരും ഒന്നും ചെയ്തു കൊടുക്കത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനൊരു കേസ് അത് ഇല്ലീഗലായിട്ടും ഇല്ല. അപ്പം നമുക്കൊരാൾ വിശ്വസിച്ച് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ആരും ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിച്ചതോ അല്ല. അപ്പോൾ ഈ കൊച്ചെല്ലാം ഓക്കെ, ക്യാഷിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ പറഞ്ഞ് വിസ കിട്ടി. 1 വർഷം ആവാറായപ്പോൾ ഈ കൊച്ചിന് ഇവിടെ പൈസ ഇല്ലാതെ വരാമെന്ന്. ആരാ പറഞ്ഞാൽ പൈസ ഇല്ലാതെ വരാൻ പറ്റില്ലെന്ന്? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു വന്ന ഒരു വ്യക്തിയല്ല, പിന്നെ ഞാൻ സ്വന്തമായിട്ട് ആർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അത് ഞാൻ സത്യസന്ധമായി എല്ലാവരോടും പറയാറുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരോട്. അപ്പോൾ ഈ കുട്ടി ഇവിടെ വന്നിട്ട് അതിൻ്റെ ഫാമിലി, അത് രണ്ടാമത്തെ ഫാമിലി മാറി. ഈ കുട്ടി വന്നിട്ട് എനിക്കൊരു ടൈം പരിധി ഉണ്ട് കേട്ടോ, ചിലപ്പോൾ കട്ടായി ഞാൻ വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരും കേട്ടോ. ഈ കുട്ടി ഫാമിലിയോട് പറഞ്ഞു ഇത് ഇത്ര പൈസ കൊടുത്താൽ വന്നത്. അപ്പോൾ ആ ഫാമിലി ഇവിടെ അത് ഇല്ലീഗലാണ്. ഇവർ ഓൾറെഡി ഏജൻറ്റിനും ഇവിടുത്തെ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പം ഓൾറെഡി ഇത് ഇല്ലീഗലാണ് ഇവിടെ. ഗൈസ് കട്ടാവുന്നു കോള്.
ഗൈസ് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് ലിമിറ്റ് ഉണ്ട്, ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് എന്ന് കട്ടായി പോകുന്നതാ. നമ്മളെന്തോ പറഞ്ഞോണ്ടിരുന്ന മറന്നുപോയില്ല. ഈ കുട്ടി ഈ ഫാമിലിയോട് പറഞ്ഞു, അങ്ങനെ ആ ഫാമിലി പറഞ്ഞു അത് ഇല്ലീഗലാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടി ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യാതെ എന്നെ കോൺടാക്ട് ചെയ്തു. പൈസ തിരിച്ച് വേണം എന്നുള്ളതാണ് കുട്ടിയുടെ ആവശ്യം. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അത് അവർക്കറിയില്ല, അവർ ഇവിടെ ഒരു ഏജൻറ്റിനെ വെക്കുന്ന കണക്ക് നമ്മളൊരു ഏജൻറ്റിനെ വെച്ചിട്ട് തേർഡ് പാർട്ടീനെ വെച്ചിട്ട് ചെയ്യുന്നു എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മളെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇങ്ങനെ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. പേപ്പർ വർക്കും ഇന്ന് ഡേറ്റ് എടുക്കാൻ പോലും എനിക്ക് തോന്നുന്നു അറൗണ്ട് 1 lakh വേണം ഈ ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ എടുക്കുന്നതൊക്കെ. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ കൊച്ചു പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത്, എടാ എനിക്ക് തന്നെ കൊടുക്കണമെന്നില്ല അങ്ങനെയുള്ള രീതിയിൽ. ഞാൻ പറയും എനിക്കൊന്നും വരാനില്ല. ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, അവരതും പറയും ഇതും പറയും, അതെല്ലാം ചെയ്യും. കാരണം ഇവർക്കൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു 80% വരും, അവരെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരെ മൈൻഡ് ചെയ്യത്തില്ല. അവരങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിലൊരു 20% മാത്രമേ ഉള്ളൂ നമ്മൾ അത്രയും ഇതായിട്ട് നിന്ന് നമ്മൾ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ. ബാക്കി എല്ലാവരും അവരെ കാര്യം കഴിഞ്ഞാൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ മൈൻഡ് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരാണ് എല്ലായിടവും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കൊച്ചു ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചുമ്മാ എന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ കുട്ടി മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇതിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു, എടാ അങ്ങനല്ല, നിനക്കിപ്പം നിൻ്റെ വിസ തീരുമോ, നീ മോട്ടിവേഷൻ ലെറ്ററിൽ 1 year വെച്ചിട്ടാണ് വന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിനക്ക് പ്രശ്നം വരും, ഇതെന്തെങ്കിലും അവർ ഈ അവർക്ക് ഈ കാര്യം അറിയാതെയാണ് അവർ കിടന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഈ കൊച്ചിന് പറഞ്ഞു. അത് ഞാൻ ത്രട്ടൺ ചെയ്തു എന്നുള്ള രീതിയിൽ ഈ കൊച്ച് അതിൻ്റെ ഫാമിലിയോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ ഫാമിലിയിൽ ഈ പുള്ളിക്കാരിക്ക് എൻ്റെ നമ്പർ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ജർമ്മൻ നമ്പർ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല, എൻ്റെ നാട്ടിൽ നമ്പർ കൊടുത്തു, ഞാൻ ആ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ആ നമ്പർ കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഇതിൽ കിടന്ന് ഇടപെടുന്നത് എന്നുള്ള രീതി. എൻ്റെ കെയർ ഓഫിൽ പറഞ്ഞു കൊടുത്ത ഒരു ഏജന്റ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു എനിക്കൊരു ചെറിയൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാനത് കേൾക്കാനിരുന്നു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് ആദ്യം തന്നെ എടുത്തങ്ങ് ബ്ലോക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നെന്ന് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാനത് ചെയ്തില്ല. ആ കൊച്ചു പറയുന്നത് കേട്ട് അതിന് രണ്ടാമത് ഫാമിലി മാറേണ്ടി വന്നപ്പം ഏജൻറ്റിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ കൊച്ചിനെ എല്ലാം മാറി. ഈ കൊച്ചിന് ആവശ്യപ്പെടുന്ന പ്രകാരം എല്ലാം ഈ കൊച്ചിന് ചെയ്തു കൊടുത്തു. അല്ലാതെ അവർ ഇവിടെ വന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് ഈ കൊച്ചു വന്നിട്ട് പോലും അവരെ ഇൻഫോം ചെയ്തില്ല. ഇത് പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്ത് അവരെ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഈ കൊച്ചു പറഞ്ഞ, ആടാ ഞാൻ സേഫായിട്ട് എത്തിയെന്ന്. അപ്പോൾ അത്രയും പോലും നമ്മളോട് കാണിക്കാത്ത ഒരു കൊച്ച് ഇവിടെ വന്നിട്ട് ഫാമിലിയോട് ഇത് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കി എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്കായി. ഞാനാണെങ്കിൽ എനിക്ക് എക്സാമാണ്, എൻ്റെ മാരേജിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഞാൻ കുറേ ടെൻഷനും ഭയങ്കര വിഷമവും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കൊച്ച് ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എൻ്റെ നമ്പർ കൊടുക്കണ്ട. എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഈ കൊച്ച് എൻ്റെ ഫേസ്ബുക്ക് ID കൊടുത്തിട്ട് ഈ ജർമ്മൻ ഫാമിലി, അതായത് ഈ ജർമ്മൻകാരിനെ കൊണ്ട് എനിക്കിങ്ങോട്ട് മെസ്സേജ് അയപ്പിച്ചു. അപ്പോഴത്തേക്കും ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്ന ആദ്യമായിട്ട് ഒരു പൊളൈറ്റായിട്ടുള്ള രീതിയിലൊന്നുമല്ല, എന്നെ ഇങ്ങോട്ട് ത്രട്ടൺ ചെയ്യുന്ന രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്, ഇല്ലീഗലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, 5 വർഷം ജയിലിൽ കിടക്കണം, ഇത് ഇന്ന പ്രകാരമുള്ള ഇന്ന സെക്ഷൻ കേസാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്ന രീതിയിലും എന്നെ ത്രട്ടൺ ചെയ്യുന്ന രീതിയിലും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിക്ക് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് അറിയാത്തൊരു വ്യക്തി എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ഈ കൊച്ചിന് കേസായതുകൊണ്ട് ഞാൻ അവർക്കും റിപ്ലൈ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇതിങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും, നമ്മൾ ഇത്ര പൈസ കൊടുക്കും, അതല്ല ഈ കുട്ടി ഓക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്, ഈ കുട്ടി ഓക്കെ പറയാതെ ചെയ്യാറില്ല. ഇവരെ വീട്ടിലും എല്ലാം സംസാരിച്ച് എന്നോട് വരുന്നവരുടെ എല്ലാവരോടും എനിക്കറിയാം പൈസയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് ഞാൻ ഈ പിള്ളേരുടെ അടുത്ത് ഏജൻറ്റിനെ പറഞ്ഞു കൊടുത്ത് അവരുമായിട്ടുള്ള ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ വന്ന് ഈ ഫാമിലി, ഈ പുള്ളിക്കാരി, ഈ കൊച്ചു എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നതിന് റിപ്ലൈ ഇല്ല. കേട്ടിട്ട് കുറേ നേരം കഴിഞ്ഞ് എന്തെങ്കിലും അയച്ചത് റിപ്ലൈ തരുന്ന മൊത്തം ഈ ജർമ്മൻകാരി എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് മെസ്സേജ് ചെയ്തിട്ടാണ്. ഇവർ ഭയങ്കരമായിട്ട് എന്നെ ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ എന്നെ ഭയങ്കര ഇതായിട്ട് ഞാനിവിടെ എന്തോ ചെയ്തെന്നുള്ള രീതിയിലാണ് അവരെനിക്ക് മെസ്സേജ്. അവസാനം ഞാൻ ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഈ കൊച്ചെന്നെ വന്ന് അപ്രോച്ച് ചെയ്യുന്നത് തൊട്ടുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിലും തെളിവുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ആ കുട്ടി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന കാര്യമാണ്, ലീഗലി പോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ ഭാഗത്തുള്ള കാര്യം എനിക്ക് പറയണമല്ലോ. ഇവരോട് എന്ത് പറഞ്ഞിട്ട് നമ്മൾ ചക്കെന്ന് പറയുമ്പോൾ മാങ്ങയെന്ന് തിരിച്ചു പറയുന്നത് അങ്ങനെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ ജർമ്മൻകാരി എന്നോട് പെരുമാറിയത്. എന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഇവരുടെ മെസ്സേജ് കേൾക്കാതെ, കാരണം ഇവരിങ്ങനെ മെസ്സേജ് അയക്കുന്നതോറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാനിവിടെ എൻ്റെ പരീക്ഷയുടേതായിട്ടുള്ള ടെൻഷനും എല്ലാം കൊണ്ടിരിക്കുന്ന സമയത്താണ്.
അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനോടും എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തെ പറ്റി. അപ്പം എൻ്റെ അമ്മ പറഞ്ഞാൽ ആ പോട്ടെ. അതിനുശേഷം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് ഇട്ട് വന്നിട്ട് എൻ്റെ ഫോട്ടോ ആയിട്ട് ഇട്ട് വന്നിട്ട് പറയാം, ചേച്ചി ഇത് സത്യമാണ്, ആ കൊച്ച് ഇതേപോലെ എൻക്വയറി ചെയ്തതിൽ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെടാ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന രൂപയാണ് ഇത് ചെയ്യുന്നതിന് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ എന്നെ ആ ഒരു മെസ്സേജ് കൊണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കുട്ടീനെ ഓർമ്മ പോലും ഇല്ലായിരുന്നു അത് പറയുമ്പം. ആ ഒരു ഇതിൽ ആ കൊച്ചി എന്നോടുള്ള ഒരു ചെറിയൊരു സ്നേഹത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ എൻ്റെ വാക്കുകൊണ്ടിട്ടോ ആ കുട്ടി എനിക്ക് ആ മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് സത്യമാണോ എന്ന്. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നത്, അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് മൊത്തം കള്ളത്തരങ്ങളാണ്. അതായത് എന്നെപ്പറ്റി എല്ലാം ഫേക്ക്, അതായത് എന്നെപ്പറ്റി നല്ല രീതിയിൽ ഫേക്ക് അലഗേഷൻ നടക്കുന്നുണ്ട്. അതായത് വേറെ ആരോ ചെയ്തതെന്നൊക്കെ പറയുന്നു, പക്ഷേ എല്ലാം തിരിഞ്ഞു വന്നത് എൻ്റെ തലയിൽ, എൻ്റെ പേര്. ഈ ഒരു കുട്ടി കാരണം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഈ എന്തുവാ ഈ എഴുതി പിടിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ പിള്ളേരെ എന്തുവാ ഇല്ലീഗലായിട്ട് നിൽക്കാൻ, അതായത് ഈ വിസയിൽ വന്ന് ഈ വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ വിസ മാറി പെട്ടെന്ന് ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഫാമിലിനെ ചതിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയോട് പറഞ്ഞ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് മാറണം എന്ന് വരെ ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായി പറയുന്ന ഒരാളാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിലോട്ട് മാറാൻ ഞാൻ അങ്ങനെയുള്ള രീതി പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ ഔപ്പേറിന് വന്ന 1000 യൂറോ കിട്ടുമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയത് പോലും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 യൂറോ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ പിള്ളേരെ കൊണ്ട് ഇറക്കുന്നു. ഞാൻ ആരെ ഇറക്കിയത് അങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ആർക്കും ഒരു മെസ്സേജ് കൊണ്ടോ എൻ്റെ വാക്ക് കൊണ്ട് പോലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യം. അതിന് വേറൊന്നും കൂടെ പറഞ്ഞ പിന്നെ അവരെന്നോട് പറയുന്നത്, അങ്ങനെ ഈ ഏജൻസി ഗ്രൂപ്പിൽ എൻ്റെ ഫോട്ടോ ഉൾപ്പെടെയായിട്ട് ഇങ്ങനെ ഇവർ ഫേക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക, സത്യം എന്താണെന്ന് പോലും അറിയാതെ. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഇവർക്ക് കൊണ്ട് കേസ് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക, അപ്പോൾ അവർ കണ്ടുപിടിക്കട്ടെ, പോലീസ് കണ്ടുപിടിക്കട്ടെ. ഞാനത് ആലോചിക്കുന്നത്, ഇത്രയ്ക്ക് എന്തോ പറയണ്ട മന്ദബുദ്ധികളാണോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരാളുടെ പേരിൽ ഒരു കാര്യം ഇങ്ങനെ ഒരു പറയുമ്പം അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി എന്താണ് അത് തിരക്കിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട. ഒരാളുടെ ഫോട്ടോ എൻ്റെ അനുവാദമില്ലാതെ ഞാൻ ഇത് കണക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൻ്റെ പേരും പറഞ്ഞാണ് അവരെൻ്റെ ഫോട്ടോ എൻ്റെ യൂട്യൂബിൽ ഫുൾ ഫോട്ടോസ് എടുത്തിട്ട് അത് ഉൾപ്പെടെ ഇത് കണക്ക് ഫേക്ക് ആയിട്ടുള്ള, അതിനകത്ത് ഒരു കാര്യം പോലും ശരിയായിട്ട് ഇരുന്നിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. എല്ലാം തെറ്റായ രീതിയിൽ ഞാൻ പറയാത്തതും ചെയ്യാത്തതും ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു മെസ്സേജ് കൊണ്ടോ ഒന്നും ഞാൻ അയക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എഴുതി പിടിപ്പിച്ചേക്കുക. ഒരു കാര്യമില്ല എന്നെ പറ്റിയുള്ള എല്ലാം തെറ്റായ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ ഈ ഗ്രൂപ്പിലിട്ട ആ ഏജൻസിക്കാരിയോട് ഞാൻ ചോദിച്ചു. അപ്പം തന്നെ ഞാൻ അറിഞ്ഞപാടെ ഞാൻ എട്ടിപ്പോയി, ഇതെന്തുവാ എന്നെ പറ്റി എഴുതിയിരിക്കുന്നത്, എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നുള്ള രീതിയിൽ ഞാൻ ഇവർക്ക് മെസ്സേജ് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറയുകയാണേ, നീ പെട്ടെന്ന് വന്നല്ലോ എന്നുള്ള രീതിയിൽ, അതായത് പ്രതി ഞാനായിട്ടാണല്ലോ അവർ കാണുന്നത്, അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരഞ്ഞു വന്നല്ലോ എന്നുള്ള രീതി അവർ ഒരുമാതിരത്തെ രീതിയിൽ എനിക്ക് റിപ്ലൈ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ, നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത്, എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദം ഇല്ലാതെ. അപ്പോൾ അവർ കുറേ ഇവരെല്ലാം സെക്ഷൻ, അതായത് ഇവിടുത്തെ നിയമപരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാനും പറഞ്ഞു, ഇന്ന പ്രകാരം അതും എന്നെ പറ്റി ഫേക്ക് അലിഗേഷൻ വെച്ചിട്ട് ഓക്കെ, ഞാനൊരു പബ്ലിക്കായിട്ട് ഇട്ടേക്കുന്ന ഫോട്ടോസ് അത് ഞാൻ യൂട്യൂബ് ചെയ്തത് കൊണ്ട് അവരത് എടുത്തു, ഓക്കെ. പക്ഷേ എന്നെ പറ്റി ഫേക്ക് ആയിട്ടുള്ള, സത്യസന്ധമായിട്ടായിരുന്നെങ്കിൽ ഓക്കെ, എനിക്ക് അതിനകത്ത് പറയാൻ ഒരു യോഗ്യതയില്ല. കാരണം ഞാൻ യൂട്യൂബും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വലിയ ആളൊന്നും അല്ല. എന്നാലും ആ ഒരു രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പം എന്നെ പറ്റി ഫേക്ക് അലിഗേഷൻ ചെയ്ത് ഫേക്കായിട്ട് എല്ലാം എഴുതിയിട്ടിട്ട് ഫോട്ടോ ഇടാൻ ഇവർക്ക് ഒരു അവകാശമില്ല. കാരണം ഇവരൊന്നെങ്കിൽ ഇവരോട് ഞാൻ ചോദിച്ചു, അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങ് എൻ്റെ ഫോട്ടോയും കുറേ കാര്യങ്ങളും പറഞ്ഞങ്ങ് ഇട്ടേക്കുക. അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അവർക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല, എന്നെ പറ്റി തിരക്കിയില്ല. അവരെന്നോട് പറയുക, എൻ്റെ റൂമിലെ എല്ലാ സാധനങ്ങളും എക്സ്പെൻസീവാണ്, ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളാണ്, എൻ്റെ പെട്ടി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചിരുന്നോ, മേളിൽ ഇരിക്കുന്ന പെട്ടിയാണോ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ പെട്ടി. ഇതെല്ലാം ഞാൻ ആദ്യമായി 3 വർഷം മുൻപ് ജർമ്മനിയിലോട്ട് വന്നപ്പം എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് എനിക്കൊരു കോള് വന്നു, കട്ടായോ? ഇല്ല,
ഞാൻ വിളിച്ച് വീട് കട്ടായിരുന്നു. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത പൈസയ്ക്ക് എനിക്ക് വാങ്ങി തന്ന പെട്ടി, ആ പെട്ടി വരെ ഞാൻ ഇമാതിരി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. എൻ്റെ ഒരു സാധനം എനിക്ക് അതിൽ ഒരുപാട് വിഷമമാണ്. എനിക്ക് ഇപ്പം ഞാൻ ചിരിച്ചിട്ട് പറയുന്നത്, പക്ഷെ ഞാൻ അന്ന് അനുഭവിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് പ്രാന്ത് പിടിച്ച് എനിക്ക് സൂയിസൈഡ് വരെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്ന്. ഈ കൊച്ചിൻ്റെ ബോയ്ഫ്രണ്ടുമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ കൊച്ചി പൈസ ചോദിച്ചപ്പോഴും അന്ന് ആ പൈസയുടെ ഇത്ര രൂപയാവും വിസയ്ക്ക് എന്നുള്ളത് പറഞ്ഞപ്പോഴും ഈ കൊച്ചെന്നോട് പറഞ്ഞത് അതിൻ്റെ ബോയ്ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അതെല്ലാം റെഡിയാക്കും, പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പറഞ്ഞു വന്നിട്ട്. എന്നിട്ട് കുറച്ച് വരെ ഞാൻ ആ ഏജന്റുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് വരെ കൊടുക്കുന്നത് പറഞ്ഞ് കുറച്ച് വരെ കൊടുത്തു. അപ്പം ഇത് പറയുന്നത് ഇതിന് പൈസയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി, 27 വയസ്സാവുന്നതിന് മുമ്പേ അതിനെങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. അതിന് വേണ്ടി എന്നെ കുറേ കിടന്ന് എന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. സത്യം പറയില്ല, ഇപ്പം എനിക്കത് ശല്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഞാൻ അത്രയും ഹെൽപ്പ് ചെയ്തിട്ട് എന്നോട് ഒരു നന്ദിയില്ലാത്തൊരു, ഈ നമ്മൾ പറയുമല്ലോ നന്ദിയില്ലാത്ത വർഗ്ഗങ്ങളെന്ന്, അതുപോലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമാണ് ഈ കഴിഞ്ഞ മാസം. അത്രയ്ക്ക് നന്ദിയില്ലാത്ത, അറ്റ്ലീസ്റ്റ് ഇത്ര പൈസ മേടിച്ചു എന്നോട് മാന്യമായ രീതിയിൽ. ഈ കൊച്ചെന്നിട്ട് കൊച്ചിൻ്റെ ബോയ്ഫ്രണ്ട് പറയുന്നത് എന്നോട് മാന്യമായിട്ട് സംസാരിച്ചിരുന്നു. എന്നോട് മാന്യമായിട്ട് ഈ കൊച്ചു മെസ്സേജ് അയച്ചതെല്ലാം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞാനും അതിനോട് മാന്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തേടാ, ഇയാൾ ഇങ്ങനെ ചാടിക്കയറി അതിന് ഫാമിലിയോട് കാര്യം പറ, കാരണം ഇങ്ങനെ കയറി സംസാരിച്ചിട്ടും ഇൻ കേസ് താൻ ഇങ്ങനെ ഒരു വിസയിൽ നിൽക്കുക, അതെൻ്റെ അടുത്തൊരു വിസ പോലും ആയിട്ടില്ല, ഹൗസ് ബിൽഡിങ്ങിലൊന്നും മാറിയിട്ടില്ല, ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ത്രട്ടൺ ചെയ്യുന്ന കണക്കായി. അങ്ങനെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സാഹചര്യം എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം വട്ടെന്ന് പറഞ്ഞ അമ്മാതിരി എന്നെ ആ രീതിയിലാക്കി കളഞ്ഞ്, ഈ ബോധവും ബുദ്ധിയും ഈ വിവരവും ബോധമൊന്നും ഇല്ലെന്ന് പറയത്തില്ല, അതേപോലത്തെ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ളതിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അതെനിക്ക് മനസ്സിലായ ഒരു സമയമാട്ടോ. അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ കൊണ്ടങ്ങ് കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ ഇനി കേസ് കൊടുത്തിട്ട് ഞാൻ വക്കീലിനെ വെച്ചിട്ട് എല്ലാം ഇതിനെപ്പറ്റി തിരക്കി എല്ലാം റെഡിയായി. എന്നിട്ടും എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട, വെറുതെ എന്തിനാ നമ്മളായിട്ട് പോകണ്ടായി, നിന്നെ പറ്റി അത് വന്നെങ്കിൽ അത് വന്നോട്ടെ, ദൈവം അതിനുള്ള മറുപടി കൊടുക്കും. എനിക്ക് ഭയങ്കരമായിട്ട് മാതാവിനെ ദൈവത്തെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട അത് വിട്ടുകളാ, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, അവർ നന്നായല്ലോ, അവർ രക്ഷപ്പെട്ടല്ലോ, അവരങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള രീതി ഞാനും ഇന്നാ വിട്ട്, ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കണ്ട. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഈ ജർമ്മക്കാരി എനിക്ക് ചുമ്മാ മെസ്സേജ് കൊണ്ടിരിക്കുക, നിനക്ക് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്പറുണ്ട്, നീ മെഡിസിൻ അല്ലേ, മെഡിക്കൽ ഫീൽഡിലല്ലേ പഠിക്കുന്നത്, നീ ഇങ്ങനെ ആണെങ്കിൽ ആൾക്കാരെ കൊല്ലുമല്ലോ എന്നുള്ള രീതി എനിക്ക് മെസ്സേജ് ഇവരെനിക്ക്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. ഇപ്പം ഞാൻ ചിരിക്കുന്നു, പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ ഭ്രാന്ത് പിടിച്ച് ഈ കൊച്ചിൻ്റെ ബോയ്ഫ്രണ്ടിനെ വരെ വിളിച്ച് എനിക്ക് സൂസൈഡ് ചെയ്യണോ, എനിക്ക് ആ ഒരു അവസ്ഥയായിപ്പോയി. എന്നെ അതിൽ കൊണ്ടെത്തിച്ച് ഈ കൊച്ച് ഒറ്റ ഒരാളാണ്. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ കൊച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഈ ഫാമിലി എന്തോ വലിയ സാധനമാണ്. സത്യം പറയില്ലേ, ആ ഫാമിലി ഒരു തേങ്ങയില്ല ഞാൻ നോക്കിയിട്ട്. കാരണം അവർക്കൊരു വിവരം പോലും ഇല്ല. ഇത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് എനിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം എന്തൊക്കെയോ കിടന്നങ്ങ് വിളിച്ച് പറയുക, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് സത്യാവസ്ഥയെന്ന് അറിയുന്നില്ല. എന്നെപ്പറ്റി തെറ്റായ ധാരണ മറ്റുള്ള പിള്ളേരിൽ എത്തിക്കുക, ഇതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന കണക്കുള്ള കാര്യങ്ങളൊന്നും എഴുതി പിടിപ്പിച്ചേക്കുന്നൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല, എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ. എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞതിൻ്റെ ഒരു രീതിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ വന്നാൽ ഞാൻ വെറുതെ വിടത്തില്ല അവരെ, അത് അങ്ങനെയാണ് ഞാൻ. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ രീതിയിൽ നിന്നിട്ട് ഞാൻ വിചാരിച്ചു വിടുക, അവരെന്തെങ്കിലും കാണിക്കണ്ടേ, അവരെന്താ ചെയ്യുന്നതെന്ന് അവർ ഒരു സമയത്ത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഇവിടുത്തെ ഔപ്പേർ ഏജൻസി ഗ്രൂപ്പിലാണ് എൻ്റെ ഇടുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവരോട് ഞാൻ അത് പറയുമ്പോഴും ഇട്ടവരോട് അത് അതിൻ്റെ അപ്പുറത്തെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചക്കയെന്ന് പറയുമ്പോൾ തേങ്ങയെന്ന് മായെന്നൊക്കെ ഇവർ തിരിച്ചു പറയുന്നത്. നമ്മൾ പറയുന്നതിനല്ല മറുപടി ആയിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമേ പറയത്തുള്ളൂ, നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല. എന്താ എനിക്കറിയത്തില്ല, ഇവർക്ക് കൊണ്ട് പോലീസിൽ കേസ് കൊടുത്ത് എങ്കിലും ആ ഒരു ഇത് വെച്ചിട്ടെങ്കിലും നോക്കായിരുന്നു. തെറ്റായ ഒരാളുടെ പേരിൽ കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക, അത് ഫോട്ടോ ഉൾപ്പെടെ എഴുതി പിടിപ്പിച്ചാൽ ഇത്രക്കേ ഉള്ളൂ. അത് ഞാൻ പറയാം, ഓക്കെ. ഇതെൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടേക്കും തെറ്റായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു. അപ്പം ഞാൻ ശരിക്കും ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് മാനസികമായിട്ട് ആ സമയത്ത് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാനുള്ളത്, അതും വിട്ടുപോയില്ലേ. ആരും എന്നെ ഇതിൻ്റെ പേര് ഇനി കോണ്ടാക്ട് ചെയ്തത്, ഞാൻ ആർക്കും ഒരു ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചെയ്തെടുത്തോളം എനിക്ക് മതിയായി. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ ഒരു നന്ദിയില്ലാത്ത ആൾക്കാർ തന്നെയാണ് ശരിക്കും പറയാമല്ലോ. അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സമയവും ഒന്നും ഞാനൊന്ന് ഓക്കെ ആയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയി വന്നത്. കാരണം അത്രയ്ക്ക് ഒരാൾ തെറ്റ് ചെയ്യാതെ നമ്മളെ പറ്റി ആവശ്യമില്ലാത്ത ഒരു കാര്യം എഴുതി പിടിപ്പിച്ച് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഇതിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്.
ഒന്നും പറയണ്ട, ഞാൻ ഇവിടുന്ന് നിർത്തി പോവാന്ന് വരെ, ഞാൻ ജർമ്മനി വരെ വെറുതെ നിർത്തി പോകാന്ന് വരെ ഞാൻ തീരുമാനിച്ച്. അവസാനം എൻ്റെ അമ്മ പറഞ്ഞു, എന്നെ അത്രയും മാനസികമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിപ്പിച്ച്. എൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ ടിക്കറ്റ് എടുക്ക്, വാ അവിടെ നിൽക്കണം. കാരണം അമ്മയൊക്കെ ഒന്നും ഉറക്കമില്ല. എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് അവർക്ക് പേടിയായി പോയി. ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുമോ, ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ എപ്പോഴും വിഷമിച്ച് കരയടിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അനിയത്തി ഇവിടെ വരാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ കഷ്ടപ്പാട് കാരണം ഞാൻ തന്നെ പറഞ്ഞു വരണ്ട, അവിടെ തന്നെ പഠിച്ചെന്തെങ്കിലും ആവുന്നതായിരിക്കുന്നല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അവളിപ്പോൾ അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അയ്യോ, എന്നെ ഒത്തിരിയായിട്ട് വിഷമിപ്പിച്ച ഒരു എന്തുവാ ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം ആണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ആർക്കും വേണ്ടി സഹായിക്കാൻ നിൽക്കാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മളെ കാല് പിടിച്ച് കാര്യം നേടാൻ വേണ്ടി പലരും കരഞ്ഞും പിടിച്ചും കാലും പിടിച്ചും വരും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും വേണം ഒരാളെ ഹെൽപ്പ് ചെയ്യുക. അതിൻ്റെ എത്ര ഫ്രണ്ട് ആണെങ്കിലും എന്താണെങ്കിലും പൈസ കാണുമ്പോഴും വേറെ ആൾക്കാരെന്തെങ്കിലും ഹെൽപ്പിനുണ്ടെന്ന് കാണുമ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ തല പൊങ്ങി വരും, അങ്ങനെയൊക്കെ പറയത്തില്ല, അതേപോലെ വരും. അതുകൊണ്ട് നന്ദിയില്ലാത്തവരാണ് നമ്മുടെ നാട്ടിൽ. നന്ദിയില്ലാത്തവരുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. എല്ലാവരും നന്ദിയില്ലാത്തവരല്ല കേട്ടോ, നന്ദിയുള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അതുകൊണ്ട് ഇത്രയും കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി നടന്നിട്ട്, എങ്കിലും കുറച്ച് നാളായി നടന്നിട്ട്, എങ്കിലും എനിക്കിപ്പോൾ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പറ്റിയതിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് ഇത്ര ലിമിറ്റുണ്ട്. അത് കട്ടായിക്കട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ ഇങ്ങനെ ഇത് എനിക്ക് പറയണമെന്ന് വിചാരിച്ചു. കാരണം ഇതേപോലത്തെ സംഭവങ്ങൾ എനിക്കെന്നല്ല പലർക്കും നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഏതോ കൊച്ചൊക്കെ ജർമ്മനിയിൽ, അത് യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യുന്ന പിള്ളേരെ എല്ലാം ആരോ ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നത് കേട്ട്. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇങ്ങനെ പിള്ളേർക്ക് ഇതേപോലെ ഇവിടുത്തെ ഏജൻസി എന്നുള്ള രീതിയിൽ പറഞ്ഞ് പൈസ മേടിച്ച്, ഇങ്ങനെ കുറേ പൈസ 2.5 ലക്ഷം രൂപയോളം മേടിച്ചിട്ട് ഇവിടെ ആളെ ഇറക്കിയിട്ട്, അപ്പം അങ്ങനെയൊക്കെ ആരോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പം എന്നോട് ഇത് ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആ കുട്ടി ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ആണ് എന്നെ ഇവർ ടാർഗറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അതിനെ എല്ലാവരെയും പിടിച്ച് ബ്ലോക്ക് ചെയ്ത്, എന്ന് വെച്ചാൽ ഈ കുട്ടി ഓൾറെഡി എന്നെ ബ്ലോക്ക് ചെയ്ത്. കാരണം ഈ കുട്ടിക്കൊന്നും എന്നോട് പറയാനില്ല. എന്നിട്ട് ഈ ജർമ്മൻകാരീനെ കൊണ്ടായിരുന്നു മെസ്സേജ് അയപ്പിക്കുന്നില്ല. അവസാനം ഞാൻ പിടിച്ച്, അവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. അവരെൻ്റെ അടുത്ത് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്വയമേ സൂസൈഡ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള മെൻ്റലി അവരെന്നെ ടോർച്ചർ ചെയ്യുന്നുള്ള രീതിയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്ത്. കാരണം എനിക്കൊരു പരിധിയുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയായിപ്പോയി. അതിൽ നിന്നൊക്കെ ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മാറി, സത്യം പറയാം. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കണക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഫോട്ടോ ഇട്ട് തെറ്റായ രീതിയിൽ എന്നെപ്പറ്റി എല്ലാവരും അറിഞ്ഞ്, ഇപ്പം എന്നെ അറിയാവുന്ന, അല്ലെങ്കിൽ എനിക്ക് എൻക്വയറി ആയിട്ട് ഒരു 1-2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് മെസ്സേജ് അയച്ച പിള്ളേരിൽ ഒരാളാണ് എനിക്ക് ചേച്ചി ഇത് സത്യമാണോ, എന്നോട് ചേച്ചി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ചേച്ചിക്ക് ഞാനിത് ഷെയർ ചെയ്തത്, ചേച്ചി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നുള്ള രീതി എനിക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു സമയത്ത് എനിക്ക് അപ്പം തന്നെ എനിക്ക് വീഡിയോ എടുക്കണം, ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ ആ സാഹചര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കരയുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്, ഞാൻ ഡിലീറ്റ് ചെയ്തത്. കാരണം ഞാൻ ആ സാഹചര്യം ഞാൻ അങ്ങനെ അല്ലായിരുന്നു, ഞാൻ ഇതേപോലെ ചിരിച്ചുള്ള സാഹചര്യം അല്ലായിരുന്നു. എനിക്ക് കരച്ചിലും എനിക്ക് ഭയങ്കര വിഷമം, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, എനിക്ക് ആരുമില്ല എന്നൊക്കെയുള്ളൊരു എന്നെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഡിപ്രഷൻ എങ്ങനെയാണെന്നൊന്നും. ഞാൻ അങ്ങനെ ആയിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ടും എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കണക്കെ ആയിപ്പോയി, എനിക്ക് ആരുമില്ല എന്നുള്ളത്. പിന്നെ ഒരു അഡ്വക്കേറ്റിനുമായിട്ട് സംസാരിച്ച് അവരെന്നോട് പറഞ്ഞു എന്തിനാണ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ആകെ ഒരു വിഷമം അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ പാരൻസ് ആയാലും നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ എന്തൊക്കെയോ എഴുതി, നമ്മൾ പറയാത്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യമാണ്, പറയാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെ എഴുതി പിടിപ്പിച്ച് വിടുന്ന ഓക്കെ ഇതാരാന്ന് അറിയത്തില്ലെന്നെങ്കിലും പറയാം. പക്ഷെ എൻ്റെ ഫോട്ടോ ഇട്ട് വന്നപ്പോൾ എനിക്ക് അതിൽ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി ആ ഒരു കാര്യത്തിൽ. അല്ലെങ്കിൽ ഞാൻ കട്ടയ്ക്ക് ഞാൻ നിന്നേനായിരുന്നു. കാരണം പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട,
നമ്മൾ വിട്ടുകള, എന്തെങ്കിലും ചെയ്യട്ടെ. അവർക്കൊരു ടെൻഷനായിരുന്നു, ഞാൻ ഇവിടെ ആണ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഇത് അമ്മയ്ക്ക്, നമ്മളെ സ്വന്തം മാതാപിതാക്കൾക്ക് അങ്ങനെയാണല്ലോ. ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് കേസൊന്നും ആയിട്ട് പോകണ്ട. അപ്പോഴത്തേക്കും അഡ്വക്കേറ്റും പറഞ്ഞു വേണ്ട, നമ്മളായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുക്കട്ടെ, അപ്പോഴത്തേക്കും നമ്മൾക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പോയി. ഞാൻ പോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ വിട്ട് അവരെ ബ്ലോക്ക് ചെയ്തതോടെ എൻ്റെ തലവേദന ഒഴിഞ്ഞെന്ന് ഞാൻ പറയാം, ആ ചെറുപ്പക്കാരിന്. അങ്ങനെ അവരിവിടുത്തെ ഏതോ ആണ്, അവർ വലിയ ആളാണെന്നൊക്കെ അവർ ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് പറയുന്നത്. അവരിനി എത്ര വലിയ ആളാണെങ്കിലും തെറ്റാത്ത ഒരാളെടുത്ത് ചുമ്മാ പറഞ്ഞിട്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഞാൻ അനാവശ്യമായിട്ട് ആരെങ്കിലും നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പൈസ കൊടുക്കാൻ, എന്നെ സംബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ല, ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. പക്ഷേ ഈ കൊച്ചിൻ എന്നെ ഭയങ്കരമായിട്ടും എന്നെ ടോർച്ചർ ചെയ്തെന്ന് ഞാൻ പറയും. ശരിക്കും എനിക്ക് അത്രയും ഞാൻ ആകെ 3-4 പേർക്കാണ് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് ഏജൻറ്റുമായിട്ട്. അതിൽ ഈ കൊച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മളെ ഇട്ട് ഇതാക്കിയത്, ഈ ചുമ്മാ എടാ ശരിയാവോടാ, എനിക്ക് കരഞ്ഞും പിടിച്ചും വിഷമിച്ചും ഒക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. പൈസ ആണെങ്കിൽ പോലും എൻ്റെ ഒരു കെയർ ഓഫിലായതുകൊണ്ട് എൻ്റെ കെയർ ഓഫിൽ വരുന്നവർക്ക് ഞാനായിട്ട് തന്നെ, കാരണം പൈസയുടെ കളിയാണ്, എനിക്ക് പേടിയാണ്. കാരണം പിന്നെ അവസാനം നമ്മളെ തലയിലല്ല അവർ. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഈ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് വിസ കിട്ടി 2 ദിവസത്തിനുള്ളിൽ, കാരണം അവർക്ക് പൈസ അറേഞ്ച് ചെയ്യാനുള്ള ടൈം കൊടുക്കണ്ടേ. ഇതാണൊക്കെ ഏജൻസി ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം കുറച്ചധികം പിള്ളേർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്, എടാ എൻ്റെ 70,000 രൂപ ഏജൻസി കൊടുത്ത് ഇന്ന് വരെ ഇൻ്റർവ്യൂ ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. കുറേ പേര് എന്നെ വിളിച്ച് കരഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ട്, എടാ എനിക്ക് എങ്ങനെയെങ്കിലും മാറണം, ഈ ഫാമിലി എനിക്ക് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വരെ, അത് ഞാൻ വേറൊരു ഏജൻറ്റ് വഴി അറിഞ്ഞതാണ്. കള്ളത്തരം പറഞ്ഞ് ആ ഫാമിലിയുടെ പേരിൽ കുറ്റം മൊത്തം ഫാമിലിയുടെ പേരിലാക്കിയിട്ട് ഈ കുട്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞു ഏജൻസി വഴി ഈ കുട്ടി അവളെ ജോലിയൊന്നും ഒന്നും ഇല്ല. അതുവരെ കള്ളത്തരം വരെ പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്യാൻ വന്നവരുണ്ട് കേട്ടോ ഈ ഒരു കേസിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു ഏജൻറ്റോ ഏജൻസിയോ അല്ല. എനിക്ക് ഇങ്ങോട്ട് എനിക്ക് അറിയാവുന്ന, അതായത് അറിഞ്ഞ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് പൈസ കൊടുത്താൽ മതി, ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എനിക്ക് അത്രയും വിശ്വാസമുള്ളൂ, കാരണം വിസ കിട്ടിയിട്ട് ബാലൻസ് പൈസ കൊടുത്താൽ മതി. അപ്പോൾ അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരാളെ റെഫർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി. കാരണം അതൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്നെ മാനസികമായിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഉറക്കമില്ലായിരുന്നു, ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. ഞാൻ 4 മണിവരെയൊക്കെ ഉണർന്ന് കിടന്നിട്ട് ഇച്ചിരി നേരം ആയിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ. അപ്പം ഇനി ആർക്കും ഇങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാം, ദയവ് ചെയ്ത് കരഞ്ഞു പിടിച്ചും വരുന്നവരാ, ദാരിദ്ര്യം പറഞ്ഞ് വരുന്നവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിച്ചു പോയി. ഞാൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയ ഇതായിട്ട് പറയുന്നില്ല. എൻ്റെ വീട്ടിലറിയാതെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയ്ക്കറിയാം, കാരണം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എത്രയും കരഞ്ഞു, കാരണം ഞാൻ അത്രയും കരഞ്ഞ് ദൈവത്തെ വിളിച്ചൊരു സമയം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഹെൽപ്പ് ചെയ്ത്, ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാത്തവരെ പോലും വിഷമം വിളിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കറിയാത്ത ഒരാളെ പോലും അറിയാത്തവരെ പോലും ഞാൻ ക്യാഷ് കൊണ്ടിട്ടാണെങ്കിലും പോലും സഹായിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇനി ഓരോ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഔപെയർ എങ്ങനെ ചെയ്യാമെന്നും ഏത് വെബ്സൈറ്റ് ആണെന്നും എന്നെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ പോയി നോക്കി. ദയവേദന എൻ്റെ പേരിൽ ആരോടും ഒന്ന് ചോദിക്കാനോ എടുക്കാനോ ഒന്നും പോകണ്ട. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഏജൻ്റ് അല്ല, എനിക്കറിയത്തില്ല പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളൊന്നും. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആയിരുന്നു, എനിക്ക് കുറേ പൈസ ഉണ്ടാക്കാമായിരുന്നു. ഞാൻ വന്നിട്ട് 3 വർഷമായി. ഞാൻ വന്ന് നിന്ന സമയത്തൊക്കെ ഔപെയർ എന്ന് പറയുന്നത് കുറവായിരുന്നു. ഇപ്പോഴാണ് ഔപെയർ കുറേ പേര് വന്നത്, കുറേ യൂട്യൂബ് ചാനൽസൊക്കെ വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പൈസ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പേരിലും ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും പോയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല. അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഏജൻസിയൊക്കെ തുടങ്ങി പൈസ ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ, അല്ലാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിയിൽ എനിക്ക് പൈസ ഉണ്ടാക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ദൈവം സഹായിച്ച് എൻ്റെ പപ്പയും അമ്മയാണെങ്കിലും എന്നെ നല്ല രീതിയിൽ തന്നെ അവർ നോക്കി. പൈസയാണെങ്കിലും എല്ലാം അവർ ഞങ്ങൾക്കൊരു കുറവ് വരാതെയാണ് എൻ്റെ അമ്മയും പപ്പയും ഞങ്ങളെ നോക്കിയത്, എന്നെ എൻ്റെ അനിയത്തിനെയും. എൻ്റെ അമ്മ പുറത്താണ്. അമ്മയില്ലാത്തതിൻ്റെ ഒരു ഇത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ, അമ്മ അടുത്തില്ലാത്തതിൻ്റെതായിട്ടുള്ള. പക്ഷേ പപ്പയാണ് ഞങ്ങളെ നോക്കി വളർത്തി ഇത്രയും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അമ്മയുടെ ഒരവസ്ഥ നല്ല ചോക്കെ, എൻ്റെ റൂമിലിരിക്കുന്ന ഫർണിച്ചറൊക്കെ എനിക്ക് എൻ്റെ എംപ്ലോയറിൻ്റെ അവരുടെ അക്കോമഡേഷനിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് ഫർണിച്ചറും കാര്യങ്ങളും. പിന്നെ നോക്കുവാണെങ്കിൽ ഇത് അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഈ സാധനം ഫർഷങ്കം കിട്ടിയതാണ്, ഈ പുറത്തിരുന്ന് എടുത്തിട്ട് വന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ 2 എണ്ണം ഇരുന്നത്, ഒരെണ്ണം അടുക്കളയും ബാക്കിയെല്ലാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറെക്കുറെ ഞാൻ എനിക്ക് കിട്ടുന്ന പൈസയിൽ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മേക്കപ്പിൻ്റെയോ വല്ല ക്രീമോ അങ്ങനെയുള്ളത്, ഈ വാഷിൽ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് മേടിക്കുന്നതല്ല എൻ്റെ പൈസയ്ക്ക്. അല്ലാതെ ഈ ഇരിക്കുന്ന പെട്ടികൾ
അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ, നാട്ടിൽ പോയി ഇടുന്ന ഡ്രസ്സുകൾ ഉൾപ്പെടെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട്, എൻ്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷം ഞങ്ങളെ കാണാതെ അവിടെ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് അയച്ചു തരുന്ന പൈസയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഞാൻ പറയട്ടെ, അപ്പം എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ പറയും ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് കോടികൾ ഇവിടുന്ന് സമ്പാദിച്ചെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കും ഗൈസ്. അപ്പോൾ ആകെ ഞാൻ എൻ്റെ വീടൊന്നും കാണിക്കാത്തത്. കാരണം അത്രയ്ക്ക് ഒരു വ്യക്തിനെ പറയണമെങ്കിൽ ഇവിടുന്ന് എന്നാ പോട്ടെ. എന്നിട്ട് ഇവർ പറയുന്നേ താൻ ജർമ്മൻ അക്കൗണ്ട് വഴി പൈസ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജർമ്മൻ അക്കൗണ്ട് വഴി ഞാൻ ഒരു തേങ്ങ ആർക്കും ഹെൽപ്പ് ചെയ്തിട്ടില്ല, പൈസ വഴി ആരും തരിയുടെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇവർ പറയുന്നൊക്കെ കാര്യങ്ങളാണ്. ചെയ്തതാണെങ്കിൽ ചെയ്തെന്നങ്ങ് പറയാം, എനിക്കൊരു മടിയില്ല. കാരണം നമ്മൾ കള്ളത്തരം കാണിക്കും തോറും എപ്പോഴായാലും ഒരു വ്യക്തിയെങ്കിലും നമ്മൾ ചെയ്ത കാര്യം അറിയാത്തതായിട്ടില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തത് ഒരു സമയത്ത് അറിയും എല്ലാവരും. ആ ഒരു പേടിയെങ്കിലും നമുക്ക് വേണ്ടി. എനിക്ക് അങ്ങനെയും പേടിയില്ല, കാരണം ഞാനത് ചെയ്തിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ ഇനിയും പറഞ്ഞു പോയാൽ അത് ബ്ലാ കഥയായി പോകും. ഇത് തന്നെ എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വെട്ടമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഇപ്പോൾ വെതറൊക്കെ മൊത്തത്തിൽ സീനായിക്കൊണ്ടിരിക്കുക, തണുപ്പ് തുടങ്ങി. അപ്പം അതാണ് എൻ്റെ വീഡിയോയിൽ അത്ര വെട്ടമില്ലാത്തത്. അപ്പം ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് മടിയായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ രാവിലെ ഇട്ട ഇത് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ ഇപ്പോൾ പോയാനായിരുന്നു, അതിൻ്റെ പുറത്തൂടെ ഞാൻ ഇതെടുത്തിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടുക. കാരണം ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് ഒരു രൂപ ഞാൻ മേടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഞാൻ ആരുടെയും മേടിച്ച് ഉപയോഗിച്ചിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ശരിക്കും പറയില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ വല്ല റിപ്ലൈയും കൊടുക്കാതിരുന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ 99% അതിൽ 1% ചിലപ്പോൾ ഞാൻ കുറേ മെസ്സേജ് വന്ന് ബാക്കിൽ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. 99% മെസ്സേജ് ഞാൻ വായിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ അനസ്തീഷ്യയുടെ ഇട്ടതുപോലെ ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി എനിക്ക് ആരും ഇതറിയില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ യൂട്യൂബേഴ്സിനെയൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങളൊരു കാര്യം ചെയ്യാൻ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കരുതെന്നും ഉൾപ്പെടെ ഞാൻ ഇത്രയും ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ എനിക്ക് ഒരുപാട് വിഷമം ഇതിലൂടെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന മൈൻഡ് പോലും പോയി. പക്ഷേ ഇനി എൻ്റെ പരിധിയിൽ എനിക്ക് അറിയാവുന്നവരെ മാത്രം എൻ്റെ ഉള്ളതുപോലെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇനി ഒരു പുറത്തുനിന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ആരെയും ഞാൻ കേൾക്കാനും നിൽക്കുന്നില്ല, ഒന്നിനും നിൽക്കുന്നില്ല. കാരണം അത്രത്തോളം ഞാൻ ഈ കുറച്ച് നാളായിട്ട്, അത്രയും കുറച്ച് ദിവസങ്ങൾ, ഒത്തിരി നാളൊന്നുമില്ല, മാസമൊന്നുമില്ല, ആഴ്ചകളില്ല, പക്ഷെ കുറച്ച് ദിവസങ്ങൾ എന്നെ ഒത്തിരി വിഷമിപ്പിച്ച് ഞാൻ അത്രയും ഇതിൽ പോയി ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടി പറയാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാം, പക്ഷെ മടിയാണ്, അതാണ് അത് എപ്പോഴും പറയുന്ന കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.